വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വിരുന്ന് ഡയറക്ടർ കണ്ണൻ താമരക്കുളം, എഡിറ്റർ VT ശ്രീജിത്ത്, സിനിമാറ്റോഗ്രാഫി രവിചന്ദ്രൻ, സ്റ്റോറി ദിനേശ് പള്ളത്ത്, പ്രൊഡ്യൂസർ ബാദുഷ ആൻഡ് ഗിരീഷ് നെയ്യാർ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ ആക്ഷൻ കിങ് അർജുൻ, മുകേഷ്, ബൈജു, ധർമ്മജൻ, അജു വർഗീസ്, ഹരീഷ് പിഷാരടി, നിഗി ഗൽറാണി ആൻഡ് ഗിരീഷ് നെയ്യാർ. അപ്പോൾ വിരുന്ന് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റിയൽ വിഷയത്തെ ഈ സിനിമയിലേക്ക് സ്റ്റോറി എഴുതിയ ദിനേശ് പള്ളത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ഇന്ത്യയിലുള്ള എല്ലാവരും തന്നെ കണ്ടിരിക്കണം. കാരണം ഇത് അങ്ങനത്തെ ഒരു വിഷയമാണ് അദ്ദേഹം ഈ സ്റ്റോറി എഴുതിയ ദിനേശ് പള്ളത്ത് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ 2 വർഷം മുമ്പ് ഇതേ സംഭവത്തെ ആസ്പദമാക്കിയുള്ള നിഷ്ഠൂര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്, ഗുജറാത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എല്ലാവർക്കും ഒരു അവബോധം വരാൻ ഈ സിനിമ കണ്ടിരിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സിനിമയിലെ കണ്ടന്റിനെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യത്തോടെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സിനിമ എല്ലാവരും കണ്ടിരിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം. ഇനി സിനിമയിലെ ആക്ടേഴ്സിലേക്ക് വരാം. ആദ്യം തന്നെ തമിഴ് നടൻ അർജുൻ. അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ ആക്ഷൻ കിങ് എന്നാണല്ലോ. അത് ഈ സിനിമയിൽ അദ്ദേഹം അതേപടി ചെയ്തിട്ടുണ്ട്. അങ്ങേര് ആക്ഷൻ കിങ് ആണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഈ സിനിമയിലുടനീളം അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗങ്ങളുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം സാധാരണ ഒരു സോഫ്റ്റായിട്ട് ഒരു ശാന്തമായ രീതിയിലാണല്ലോ അഭിനയിക്കുക. ആക്ഷനെ ഒഴിച്ചു നിർത്തിയ അദ്ദേഹത്തിൻ്റെ അഭിനയം അങ്ങനെയാണല്ലോ. അതേ രീതിയിൽ തന്നെ അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അർജുൻ സാറ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉള്ള ഒരു കുറവായിട്ട് തോന്നിയത്, അദ്ദേഹത്തിൻ്റെ അല്ല, ഈ സിനിമ എടുത്തവർ അദ്ദേഹത്തിന് പറ്റിയ തലത്തിലുള്ള ഒരു വില്ലൻ, അതായത് ആക്ഷൻ രംഗങ്ങളിൽ അദ്ദേഹത്തെ വീഴ്ത്താൻ പാകത്തിലുള്ള ഒരു വില്ലൻ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കുറവുള്ളതായിട്ട് തോന്നി. കാരണം ആക്ഷൻ കിങ് അർജുൻ അല്ലാതെ വേറെ ആരെങ്കിലും ആണ് ഈ സിനിമയിലെങ്കിൽ ഓക്കെ, അവർക്ക് പറ്റിയൊരു വില്ലത്തരം മാത്രം ഇതിൽ കൊടുത്താൽ മതി എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ അർജുൻ ഇതിലുള്ളത് കൊണ്ട് ഫൈറ്റ് സീനുകൾ ധാരാളം ഉണ്ട് കേട്ടോ, അതിനൊന്നും ഒരു കുറവുമില്ല, നന്നായിട്ടുണ്ട്. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ഒപ്പം തല്ലുകൂടാൻ പറ്റിയ ഒരാൾ വേണമല്ലോ, അതിൻ്റെ ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗം നന്നായിട്ടുണ്ട്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മലയാള നടൻ ബൈജുവിനെയാണ്. ബൈജുവിന് ഈ സിനിമയിൽ അദ്ദേഹം ഇതുവരെ ചെയ്യാത്തൊരു റോളാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഈ സിനിമയിൽ വളരെ സീരിയസ് ക്യാരക്ടറാണ്. വളരെ പറഞ്ഞാൽ കോമഡിയേ ഇല്ല, അദ്ദേഹം ഫുള്ള് സീരിയസ് ആയിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല അദ്ദേഹത്തിനും ഇതിൽ കിടിലൻ ആക്ഷൻ രംഗങ്ങളുണ്ട്. അതാണ് ഈ സിനിമയിൽ ബൈജുവിൻ്റെ ഒരു പ്രത്യേകത. അങ്ങേര് ആക്ഷൻ രംഗങ്ങൾ നന്നായിട്ട് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ മറ്റൊരു നടനായ ഗിരീഷ് നെയ്യാർ, അദ്ദേഹം ഈ സിനിമയിൽ മുഴുവനായിട്ടും ഉണ്ട്, ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്. അദ്ദേഹം ഡയറക്ടറാണ്, അതേപോലെ പ്രൊഡ്യൂസറാണ്, ഒക്കെ ഓക്കെ, അഭിനയിക്കുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ അദ്ദേഹം കുറച്ചുകൂടി വളരാനുണ്ട്. കാരണം അങ്ങേര് നിഷ്കളങ്കനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ. പക്ഷേ അഭിനയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡയലോഗൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഡയലോഗ് പറയാൻ തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഒരു എക്സ്പ്രഷൻ കാണിച്ചുകൊണ്ട് നിൽക്കണമല്ലോ. സാധാരണ എക്സ്പീരിയൻസ് ആക്ടേഴ്സ് അങ്ങനെ നമുക്ക് കാണാം, അവരതിൽ ലയിച്ച് നിൽക്കുന്നതായിട്ട് തോന്നും. ഇത് അദ്ദേഹം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതായത് അദ്ദേഹത്തിന് അഭിനയത്തിൽ കുറച്ചുകൂടി വളരാനുണ്ട്. പക്ഷേ ഒരു നിഷ്കളങ്കനായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അവസാനം വരെ, എന്നാലും പോരാ, അദ്ദേഹം ഒന്നുകൂടി വളരാനുണ്ട്. അപ്പോൾ അത് ഇനി അദ്ദേഹം അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കുമെന്ന് കരുതുന്നു. ഇനി ഈ സിനിമയിൽ അജു വർഗീസ്, ധർമ്മജനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അജു വർഗീസ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങേര് എപ്പോഴും ഒരേ റോളിൽ തന്നെയാണ് പോകുന്നത്. ഒരു ചെറിയ രീതിയിലുള്ള കോമഡി കൈകാര്യം ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ അങ്ങേര് നല്ലൊരു നടനാണ്. അതുകൊണ്ട് തന്നെ വലിയ അഭിനയങ്ങളൊക്കെ അദ്ദേഹത്തിന് പരീക്ഷിക്കാം. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഈ സിനിമയിൽ തന്നെ ബൈജു നല്ല ആക്ഷൻ സീനുകൾ അതേപോലെ സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങേര് വരുമ്പോൾ തന്നെ ഒരു ഗംഭീരമാണ്, നല്ലൊരു റോളാണ് അങ്ങേര് ചെയ്തിരിക്കുന്നത്. അതുപോലെയൊക്കെ അജു വർഗീസിനും പരീക്ഷിക്കാമല്ലോ. അദ്ദേഹം ഒരേ റോളിൽ തന്നെ പോവുകയാണ്. ആ ഒരു
ഒരു തരം കോമഡി അത്ര തന്നെ അദ്ദേഹം ഇതിലും ചെയ്തിട്ടുള്ളൂ. വലിയ അഭിനയമൊന്നും അജു വർഗീസ് ചെയ്തിട്ടില്ല. അതേപോലെ ധർമ്മജനും അതേ ഒരു കിടപിടിച്ചാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇവർക്കൊക്കെ ഒന്നുകൂടി നല്ല റോളുകൾ ഇനി സിനിമകളിൽ പരീക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ അവർക്ക് കിട്ടിയ ഇതിലുള്ള റോളുകൾ അവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ ഹീറോയിൻ നിഗി ഗൽറാണി, അവരൊരു എക്സ്പീരിയൻസ് ആക്ട്രസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ വേഷം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അവർ അവസാനം വരെയുണ്ട്, കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഒരു സസ്പെൻസ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഇതിലെ സസ്പെൻസ് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാനേ കഴിയുന്നില്ല അവസാനം വരെയും. കാരണം ആ സസ്പെൻസ് അവസാനം വരെ അവർ ഒളിച്ചു വെച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത്. വളരെ വലിയൊരു സസ്പെൻസ് ആണ് കേട്ടോ. നമുക്ക് ഒരു സിനിമ കാണുമ്പോൾ അതിലെ വില്ലൻ ആരാണെന്ന് നമ്മൾ തന്നെ ഇങ്ങനെ ചിന്തിക്കുമല്ലോ, ഇയാളായിരിക്കും വില്ലൻ അല്ലെങ്കിൽ ഇയാളായിരിക്കും വില്ലൻ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വില്ലനൊക്കെ മുന്നിൽ വന്ന് നിൽക്കും. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും പ്രതീക്ഷിക്കാത്തൊരു വില്ലനാണ് അവസാനം മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ വില്ലൻ തന്നെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹമാണ് ഇതിലെ വില്ലൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ സിനിമയിലെ നെഗറ്റീവ് വശങ്ങളായിട്ട് ഞാൻ കണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അജു വർഗീസ്, ധർമ്മജൻ, അവരുടെ ക്യാരക്ടേഴ്സ് അവർ ചെയ്തിരിക്കുന്നു. പക്ഷേ അവരുടെ ക്യാരക്ടേഴ്സ് ഈ സിനിമയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഥയ്ക്കും ആ ക്യാരക്ടേഴ്സിനും തമ്മിൽ വലിയ ബന്ധമില്ല. ശരിക്ക് ഈ സിനിമയ്ക്ക് സമയം ഒരു കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ അവരെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ചുരുക്കി പറഞ്ഞാൽ ഗിരീഷ് നെയ്യാർ, അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബം, അജു വർഗീസ്, ധർമ്മജൻ, ഇവരൊക്കെ ഈ സിനിമയിലേക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് ലയിപ്പിച്ചിട്ടില്ല. ലയിപ്പിക്കണമെങ്കിൽ അവർക്കും സിനിമയുടെ അവസാനം വരെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം കൊടുക്കണമായിരുന്നു. അതായത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ച രീതിയിലൊക്കെ എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ശരി, അതുകൊണ്ട് ഇവർ ഇതിലേക്ക് ലിങ്കായി പറയാം. ഒരു ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ അത് ഈ ഗിരീഷ് നെയ്യാറിനെ അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ കാര്യം കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം ഈ സിനിമയിൽ അവസാനം വരെ റിസ്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ പോകേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ വളരെ വലിയൊരു സസ്പെൻസ് ഒളിച്ചു വെച്ച് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം അങ്ങനെ ത്രില്ലിംഗ് അടുപ്പിച്ച് കൊണ്ടുപോയത് കൊണ്ടും, അതേപോലെ ഈ സിനിമയിലുടനീളം ബൈജുവിനടക്കം ആക്ഷൻ രംഗങ്ങളുള്ള അതെനിക്ക് വലിയ ഇഷ്ടമായിട്ടോ. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ബൈജു ഇങ്ങനെ ആക്ഷൻ രംഗം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഭയങ്കര സീരിയസ് ആണ്, അതെനിക്ക് ഇഷ്ടമായി. അതേപോലെ ആക്ഷൻ കിങ് അർജുൻ, ഇവരുടെ ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയിലുടനീളം ഉള്ളത് കൊണ്ടും, അതേപോലെ ഇതിൽ വലിയൊരു റിയലായ സംഭവത്തെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടും ഈ സിനിമ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. കണ്ടിരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ വിരുന്ന് സസ്പെൻസിൻ്റെയും റിയൽ സംഭവത്തിൻ്റെയും ആക്ഷൻ്റെയും ഒരു വിരുന്ന്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.